ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച ആത്മനിർവൃതിയിൽ മനസ്സ് നിറഞ്ഞ ഭക്തരുടെ മടക്കം. രാവിലെ 10:17 ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെ ആരംഭിച്ച പൊങ്കാല ഉച്ചയ്ക്ക് 1:17 നിവേദ്യത്തോടെയാണ് പൂർത്തിയായത്. പൊള്ളുന്ന ചൂടിനെ പോലും വകവയ്ക്കാതെ ദേവീ മന്ത്രങ്ങൾ ഉരുവിട്ട് ഭക്തലക്ഷങ്ങളാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, ഭക്തരുടെ മടക്കമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു വെയിലിൽ പോലും അതെല്ലാം അവഗണിച്ച് പൊങ്കാല സമർപ്പിച്ചുകൊണ്ടാണ് ഓരോ ഭക്തരും മടങ്ങുന്നത്. ഇനി അടുത്ത വർഷത്തേക്കുള്ള ഒരു പ്രതീക്ഷ തന്നെയല്ലേ ഇപ്പോൾ ഭക്തർ പങ്കുവയ്ക്കുന്നത്? തീർച്ചയായിട്ടും വിഷ്ണു, നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഭക്തജനങ്ങളുടെ വൻ തിരക്ക്, ഒരു മഹാസാഗരമായിരുന്നു നമ്മൾ കുറച്ച് മുന്നേ കണ്ടത്. ഒരു 2:30 വരെ നമ്മൾ അങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ബസ് സർവീസുകളെല്ലാം വീണ്ടും പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ബസ് സർവീസെല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളുടെ തിരക്ക് നന്നേ കുറവുണ്ട്. നേരത്തെ അപേക്ഷിച്ച് നന്നേ കുറവുണ്ട്. ഇത് കുറച്ച് മുൻപ് നമുക്ക് ഈ ബസ് സ്റ്റാൻഡിലോട്ടൊന്ന് എത്തി നോക്കാൻ പോലും കഴിയാത്ത അത്ര ജനസാഗരമായിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെയധികം കുറവുണ്ട്. ഈ വർഷത്തെ ആറ്റുകാലമ്മയുടെ പൊങ്കാലയ്ക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് നിവേദ്യമെല്ലാം അർപ്പിച്ചതിന് ശേഷം തങ്ങളുടെ ആവശ്യങ്ങളും എല്ലാം അമ്മയുടെ മുന്നിൽ അർപ്പിച്ച ശേഷമാണ് ഭക്തർ അടുത്ത വർഷം വീണ്ടും അമ്മയെ കാണാൻ എത്തും എന്നൊരു വാക്ക് നൽകിക്കൊണ്ടാണ്, സംതൃപ്തിയോടുകൂടിയാണ് ഭക്തജനങ്ങൾ ഇന്ന് മടങ്ങിയത്. ശേഷം ഇവർ മടങ്ങിപ്പോകുന്ന ആ സമയം മുതൽ തന്നെ കോർപ്പറേഷൻ അവരുടെ ജോലികളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. കോർപ്പറേഷൻ ഇവിടെ എല്ലാം വൃത്തിയാക്കുന്നുണ്ട്. എല്ലാവരും കട്ടകളൊക്കെ പറക്കിക്കൊണ്ടുപോയി, ചുടുകട്ടകളൊക്കെ പറക്കിക്കൊണ്ട് പോവുകയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ആയിക്കൊള്ളട്ടെ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിക്കരുത് എന്ന് ഭക്തജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അതെല്ലാം തന്നെ ഇപ്പോൾ കോർപ്പറേഷൻ വന്ന് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നന്നേ തിരക്ക് കുറവാണ്, നേരത്തെ അപേക്ഷിച്ച് തിരക്ക് കുറവാണ്. അപ്പോൾ ബസ് സർവീസുകൾ വളരെ കുറവാണ്, അല്ലെങ്കിൽ ബസ്സുകൾ വരുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് പറഞ്ഞ ഉടൻ തന്നെ KSRTC അത് പരിഹരിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെല്ലാവരും എല്ലാ ഭക്തജനങ്ങളെയും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും എല്ലാ മുന്നൊരുക്കങ്ങളും KSRTC പിന്നീട് അങ്ങോട്ട് ചെയ്തു. അതും സേവാഭാരതി പൗരസമിതി ഒക്കെ ഉടൻ തന്നെ ഇന്ന ബസ്സുകളില്ല എന്നുള്ള ഒരു അറിയിപ്പ് KSRTCക്ക് ഉടൻ തന്നെ നൽകിക്കൊണ്ടിരുന്നു. ആ ഒരു സമയം കൊണ്ട് തന്നെ KSRTC അടുത്ത ബസ് സർവീസുകളൊക്കെ പുനഃക്രമീകരിക്കുകയും കറക്റ്റായി തന്നെ വീണ്ടും ബസ് സർവീസുകളൊക്കെ കൊണ്ടുവരികയും ചെയ്തു. ഇപ്പോൾ വളരെ കുറവ് ഭക്തരാണ് അടുത്ത വീടുകളിലേക്ക് മടങ്ങാനായി പൊങ്കാലയും തെലളിയപ്പവും അതുപോലെ തന്നെ മണ്ടപ്പുറ്റും ഒക്കെയായി അമ്മയ്ക്ക് നിവേദിച്ച ശേഷം മടങ്ങുവാനായി ഇവിടെ ബസ് സ്റ്റാൻഡിൽ കാത്തിരിക്കുന്നു. ഇവരുടെ എല്ലാം മുഖത്തൊരു ക്ഷീണമല്ല, അമ്മയോട് തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നൊരു ഇതാണ് ഇപ്പോൾ ഇതാ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും വളരെ സംതൃപ്തിയോടുകൂടിയാണ് മടക്കം. എന്ത് പറ്റി അമ്മേ, വയ്യാണ്ടിരിക്കണോ? ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ആഹാരമൊക്കെ കഴിച്ചായിരുന്നു? എല്ലാം കഴിച്ചു. ബസ് എങ്ങോട്ടാ പോവേണ്ടേ? ബസ് ഉണ്ടോ അങ്ങോട്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഇത്രയും വെയിലാണ് എങ്കിൽ പോലും ആ ഒരു വെയിൽ തളരാതെ അവരുടെ ആ ഒരു മുഖത്തെ സന്തോഷം അത്രയും തളർന്നിരിക്കുകയായിരുന്നു. പക്ഷെ അമ്മയുടെ മുഖത്ത് ആ ഒരു സന്തോഷം നമുക്ക് കാണാൻ സാധിക്കുന്നു. കാരണം ആറ്റുകാലമ്മയ്ക്ക് ഈ ഒരു വർഷത്തെ ഒരു മഹാസംഗമം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഗിന്നസ് റെക്കോർഡിൽ വരെ ഇടം നേടുന്നൊരു ഇതാണ് നമ്മുടെ അനന്തപുരിക്ക് സ്വന്തം എന്ന് നമുക്ക് ആവേശത്തോടു കൂടി പറയാൻ സാധിക്കുന്ന ഒന്നാണ്. വളരെ ചുമടുകൾ, കെട്ടുകൾ, ചുമടുകളും ഒക്കെ ആയിട്ട് എല്ലാവരും ഇവിടെ നിന്ന് മടങ്ങുന്ന ഒരു കാഴ്ചയാണ്. ഭാരം ചുമന്നുകൊണ്ട് എല്ലാ ഭക്തരും, സ്ത്രീ ഭക്തരെല്ലാവരും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച ശേഷം മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ചേച്ചി പോവാണോ, തിരിച്ചു പോവാണോ? എന്തായിരുന്നു ഇന്ന് എന്താ പൊങ്കാല ഇടാനുള്ള ഒരു കാരണം? ആഗ്രഹ സബലീകരണമാണോ? അങ്ങനെ ആഗ്രഹം തന്നെയാണെങ്കിലും നമ്മൾ എല്ലാ വർഷവും ഇടും. എത്ര വർഷം കൊണ്ട് ഇടുവാണ്? ഒരു 10-12 വർഷം കൊണ്ട് ഞാൻ ചേർത്തോണ്ടിടല്ല. ഇട്ടതില് നമുക്ക് നേട്ടങ്ങളേ ഉള്ളൂ ഇതുവരെ. എന്താ പായസമാണോ ഉണ്ടാക്കിയത്? പായസം ഉണ്ടാക്കി, മണ്ടപ്പുറ്റുണ്ടാക്കി, പെരളി ഉണ്ടാക്കി. ഇത്രയും ചൂടത്തും വെയിലത്തുമാണ്, എന്നിട്ടുപോലും നിങ്ങൾ ആരുടെ മുഖത്തൊരു എന്താ പറയുക, ഒരു തേജസ് മാത്രമേ ഉള്ളൂ, ഒരു ക്ഷീണം പോലും കാണുന്നില്ല. അത്രയ്ക്ക് സന്തോഷം.
നമുക്ക് സന്തോഷമാണ്, സന്തോഷം. ആറ്റോകല് പോയില്ലെങ്കിലേ ഉള്ളൂ വിഷമം. പൊങ്കാല കണ്ട് പൊങ്കാല പിന്നെ അമ്മച്ചയെ കണ്ട് നമുക്ക് അവിടുന്ന് പ്രസാദം കിട്ടി, പായസം കിട്ടി, എല്ലാം കിട്ടി. അടുത്ത വർഷം വീണ്ടും വരും. അപ്പൊ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. അടുത്ത വർഷം വീണ്ടും വരും, അമ്മയെ കാണാൻ ആറ്റുകാൽ മണ്ണിലേക്ക് വീണ്ടും എത്തും, അമ്മയോട് പോയി സംസാരിക്കും എന്നൊരു കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ എല്ലാവരും മടങ്ങാനായിട്ട് നിൽക്കുന്നത്. എല്ലാവർക്കും ഇപ്പോൾ ബസ്സുകളെല്ലാം കറക്റ്റ് സമയത്തിന് വരുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കോർപ്പറേഷനെല്ലാം അവരുടെ ജോലികളെല്ലാം കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കാനുള്ള നടപടികളെല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഭക്തജനങ്ങളെല്ലാം തന്നെ വളരെയധികം സന്തോഷത്തിലാണ്, സംതൃപ്തിയിലാണ് എല്ലാവരും. വിഷ്ണു, ശ്രീനന്ദ സൂചിപ്പിച്ചതുപോലെ വനിതകളുടെ ഒരു മഹാസംഗമം, അത് ഭക്തിയുടെ മഹാസംഗമത്തിലേക്കുള്ള ഒരു മാറ്റമാണ് നമ്മൾ ഇന്ന് കണ്ടത്. അനന്തപുരി സാക്ഷിയായത് അതിനാണ്. ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, ഈ ഒരു പൊങ്കാലയ്ക്ക് മുൻപ് എത്രയോ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ അനന്തപുരി ഈ എല്ലാ ഒരുക്കങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഇപ്പോൾ ഈ ഭക്തർ മടങ്ങുന്നതിനൊപ്പം തന്നെ നഗരസഭ അധികൃതർ ക്ലീനിങ് അടക്കമുള്ള പരിപാടികളിലേക്ക് കടന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇനിയുള്ള ആ ഒരു നിമിഷങ്ങൾ പോലും തലസ്ഥാന നഗരത്തെ അല്ലെങ്കിൽ കൂടുതൽ വീണ്ടും ഈ പറയുന്നത് പോലെ ക്ലീൻ ചെയ്ത ഈ മാലിന്യങ്ങളൊക്കെ തന്നെയും മാറ്റി ശുദ്ധീകരിക്കുക എന്നുള്ളൊരു നടപടി കൂടി കടക്കുകയല്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും വിഷ്ണു, കോർപ്പറേഷൻ ആ നടപടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുടുകട്ടകളൊക്കെ എടുത്തു മാറ്റിക്കഴിഞ്ഞ് ഇനി പ്ലാസ്റ്റിക് വേസ്റ്റുകളും അതുപോലെ തന്നെ കുറച്ച് ഇല അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ വേസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അതെല്ലാം നമ്മുടെ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള ചേച്ചിമാരെല്ലാവരും കൂടെ ചേർന്നിട്ട് അതെല്ലാം കൃത്യസമയത്ത് തന്നെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു തത്രപ്പാടിലാണ്. മണിക്കൂറുകൾക്കകം തന്നെ അവരിതെല്ലാം നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ യാതൊരുവിധ മുടക്കവും അതിന് വരുത്തുന്നില്ല. അവരെല്ലാം കറക്റ്റായി തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന പോലെ നിരവധി പേരാണ് ഇവിടെ കോർപ്പറേഷന്റെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, എന്താ കോർപ്പറേഷന്റെ ജോലിയൊക്കെ തീരാറായോ? ഇല്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്ലാസ്റ്റിക് പറഞ്ഞതാണ്. അപ്പൊ അവര് പ്ലാസ്റ്റിക് ഉപയോഗിക്കാന് ഞങ്ങളെല്ലായിടത്തും പറഞ്ഞേന്, ന്യൂസിലും ആയേന്. പ്ലാസ്റ്റിക് സ്റ്റീല് ഇങ്ങനെ കൊണ്ടുവരാനാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. പ്ലാസ്റ്റിക് കൂടുതലുണ്ട്. അപ്പം 2-3 മണിയൊക്കെ ആവും. താമസിക്കും. ഭയങ്കര ചെയ്യുന്നു. കോർപ്പറേഷൻ എല്ലാം ഭക്തജനങ്ങൾക്ക് വേണ്ടി തങ്ങൾ പറഞ്ഞതാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കും എന്നൊരു ഉറപ്പ് കോർപ്പറേഷൻ നൽകിയത് അത് അവർ കൃത്യമായി തന്നെ പാലിക്കുന്നു എന്ന് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ KSRTCയും അവരുടെ ഒരു പോരായ്മയായിരുന്നു ബസ്സുകൾ കുറച്ച് സമയത്തേക്ക് ഒരു ഡിലേ ആയത്. എന്നാൽ അതും ഇപ്പോൾ കറക്റ്റായി തന്നെ പോകുന്നുണ്ട്. അത് നമുക്കിവിടെ ജനത്തിൻ്റെ കുറവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് KSRTC ഉദ്യോഗസ്ഥരോട് തന്നെ ചോദിക്കാം. സർ, കുറച്ച് മുന്നേ ബസ്സുകളൊക്കെ ഭയങ്കര കുറവായിരുന്നു എന്നൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ ആൾക്കാരുടെ നല്ല കുറവുണ്ട്. ഇപ്പൊ ബസ്സുകളെല്ലാം കറക്റ്റ് ആയിട്ട് പോകും. ബസ്സുകളെല്ലാം നന്നായിട്ട് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ അവിടെ ചെറിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതായത് കോർപ്പറേഷൻ്റെ കുറച്ച് ക്ലീനിങ് നടന്ന സമയത്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ സമയത്തുള്ള പ്രശ്നമാണ്. പരമാവധി എല്ലാ ജീവനക്കാരുടെയും സഹകരണത്തോടു കൂടി പരമാവധി എല്ലാ റൂട്ടുകളിലേക്കും കൃത്യമായിട്ട് തന്നെ ബസ്സുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റി. ആ ബ്ലോക്ക് വന്ന സമയത്തുള്ള പ്രശ്നമാണ്. ദീർഘദൂര സർവീസുകൾ തമ്പാനൂരിൽ നിന്ന് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഒരു പരാതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ എല്ലാവർക്കും സംതൃപ്തിയാണ്. ഉദ്യോഗസ്ഥരായിക്കൊള്ളട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, KSRTC ഉദ്യോഗസ്ഥർ എല്ലാവരും നല്ല സംതൃപ്തിയോടുകൂടിയാണ് ഇരിക്കുന്നത്. കാരണം അമ്മയുടെ അനുഗ്രഹം വാങ്ങിയതിനു ശേഷം ഇപ്പോൾ ഭക്തർ മടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ശ്രീനന്ദ SP ആണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.